താരസംഘടനയായ അമ്മയിലെ ഹഡ്കോ കമ്മിറ്റി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് രമേശ് പിഷാരടി പ്രസിഡന്റ് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് ചുമതല ഏറ്റെടുത്തത്. അമ്മയെ കോടതി കയറ്റാൻ താല്പര്യമില്ലെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പുറത്തുവന്ന ഓഡിയോ ലീക്കല്ല, റിലീസാണ്. അത് വേദനിപ്പിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എല്ലാവരുമായും സംസാരിച്ചു. ശ്വേതാ മേനോൻ ഉന്നയിച്ച അഴിമതി ആരോപണം വെറും ആരോപണം മാത്രമാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൈമാറി അദാനി ഗ്രൂപ്പ്. MSSCയുമായുള്ള ഓഹരി കൈമാറ്റത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരിന് കൈമാറി അദാനി ഗ്രൂപ്പ്. MSSCയുമായുള്ള ഓഹരി കൈമാറ്റത്തിൽ അന്തിമ ധാരണ ആയില്ലെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ അനുമതിയോടുകൂടി മാത്രമേ മുന്നോട്ടു പോകൂവെന്നും അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അനുമതി തേടി സർക്കാരിന് നൽകിയ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഇന്ന് നൽകിയ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നും പുതിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അപേക്ഷ നൽകേണ്ടി വന്നതിനാലാണ് വ്യക്തത വരുത്താൻ കഴിയാതിരുന്നതെന്നും അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് തുറന്ന കത്തുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM നേതാവുമായ V ശിവൻകുട്ടി. മതേതര കേരളം വലിയ ആശങ്കയോടെയാണ് UDF സർക്കാരിന്റെ സമീപകാല പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. ഭരിക്കുന്ന കക്ഷികളിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗ് നേതൃത്വം ഇക്കാര്യങ്ങളിൽ പുലർത്തുന്ന മൗനവും അലംഭാവവും അങ്ങേയറ്റം ദുരൂഹമാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. മതേതരത്വത്തിന്റെ പാരമ്പര്യം പേറുന്നവരാണ് മുസ്ലിം ലീഗ് എന്ന് അവകാശപ്പെടുമ്പോൾ ആ പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ വിരോധാഭാസമായി മാറുകയാണ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല, M ശിവപ്രസാദ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നതാണ് SFIയുടെ അന്നും ഇന്നും എന്നുമുള്ള നിലപാടെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ടാകുന്ന നഷ്ടം ബാലൻസ് ചെയ്യേണ്ടവരല്ല വിദ്യാർത്ഥികളെന്നും സ്വകാര്യ ബസ്സുകളുടെ ബാധ്യതയും ഉത്തരവാദിത്വവും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ബസ് ചാർജ് വർധന ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സ്ത്രീകളുടെ സൗജന്യ യാത്ര അംഗീകരിക്കുന്നു. എന്നാൽ അതേപോലെ അംഗീകരിക്കപ്പെടേണ്ട മറ്റൊരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. ഭാവിയെപ്പറ്റി ആകാംക്ഷയും ഉത്കണ്ഠയും കരുതലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതാണ് ചെയ്യേണ്ടത്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് കളക്ടർ. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. താലൂക്കുകളിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിലെ ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലും തുടരുന്ന മഴയുടെ സാഹചര്യവും മുൻനിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.